മോളെ നല്ല റിലാക്സ് ആയല്ലേ? എന്താ ഫീൽ ചെയ്യുന്നത്? ഇവർക്കൊക്കെ എന്താ പറയുക, എന്താ ഇവിടെ നടക്കുന്ന എല്ലാം അറിയുന്നില്ലേ, എല്ലാം കേൾക്കുന്നില്ലേ? അതായത് നമ്മൾ ഉറക്കത്തിലും അല്ല, നമ്മൾ കണ്ണു തുറന്നിരിക്കുമല്ലോ. നമ്മളെന്താ പറയുക, കണ്ണടച്ചുകൊണ്ട് നമ്മൾ ബസ്സിലൊക്കെ, ഞാൻ പറഞ്ഞില്ല നേരത്തെ, നമ്മൾ എവിടെയോ ഒരു ഇപ്പൊ നിങ്ങൾ തന്നെ കണ്ണടച്ചൊക്കെ നമ്മൾ എന്തെങ്കിലും കാര്യം ആലോചിക്കുമ്പോൾ ഒരു പ്രത്യേക ഒരു ഫീലില്ലേ അല്ലേ? അപ്പൊ ആ ഒരു ഫീലിലാണുള്ളത്. ഓക്കെ മോളെ, പക്ഷെ മോളെന്താ, മോളെ എത്ര കൈവരലുണ്ട് മോളെ? ഒന്ന് എത്ര ഉണ്ട്? ഒന്ന് ഉണ്ടാവോ? ഓക്കെ 1 2 3 ഒന്ന് നോക്കിയേ. 5 ഓർമ്മയുണ്ടല്ലേ? ഓക്കെ റിലാക്സ്. ഓക്കെ ഓക്കെ മോളെ, ഓക്കെ താങ്ക് യു. ഓക്കെ മോളെ എഴുന്നേറ്റുള്ളൂ. നല്ലോണം ചെയ്തു, നല്ലോണം ചെയ്തു. നല്ല ഇമാജിനേഷൻ പവറിലോണാണ് മോൾ, നല്ലോണം ഇമാജിൻ ചെയ്യാൻ പറ്റി. ഓക്കെ നല്ലോണം ചെയ്തു കേട്ടോ. ഓക്കെ എനിവേ താങ്ക് യു. ഓക്കെ 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 നല്ല കൈ കൊടുക്കും. ഓക്കെ നമുക്ക് വെള്ളം വേണം? വേണ്ട. ഓക്കെ ഓക്കെ റിലാക്സ്. ഓക്കെ മോനെ കംപ്ലീറ്റ് റിലാക്സ്. മോനെ 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 ഞാനിനി മോനെ മോന് ഒരു കുറച്ച് മോന്റെ കയ്യിൽ, ഞാനിപ്പോൾ ടച്ച് ചെയ്യുന്ന മോന്റെ കയ്യിൽ കുറച്ച് കളർ നോട്ട്സ് ഉണ്ട്. അപ്പൊ ആ കളർ നോട്ട്സ് പിടിക്കാൻ വന്ന പോലീസുകാരാണ് ഞാൻ. മോനെ എന്നെ കണ്ടപാടെ മോന്റെ കയ്യിലാണുള്ളത് കളർ നോട്ട്. അത് മോന് മാക്സിമം ഒളിപ്പിക്കാൻ ശ്രമിക്കും. ഓക്കെ മോൻ മേക്കപ്പ് പണ്ടിത്തോടെ എണീക്കുന്ന സമയത്ത് മോൻ എന്റെ മുമ്പിൽ നിൽക്കുന്ന ഒരു പോലീസുകാരനായിരിക്കും. മോനൊരു കുറച്ച് കള്ളനോട്ട് ഉണ്ട് കയ്യിൽ. ആ കള്ളനോട്ട് മോൻ മാക്സിമം ഒളിപ്പിക്കാൻ ശ്രമിക്കും എന്റെ മുമ്പിൽ നിന്ന്. ഓക്കെ ഞാൻ തലങ്ങും വിലങ്ങൊക്കെ ചോദിക്കും, മോൻ എന്റെ കയ്യിലില്ല, അങ്ങനെ എങ്ങനെയാന്നൊക്കെ പറയും. ഓക്കെ ഓക്കെ മോൻ മേക്കപ്പ് പണ്ടിത്രേ ഹായ് എവിടുന്നാ വരുന്നേ? എഴുന്നേറ്റുന്നേ. എന്താ കയ്യിലെന്താ? ഇതെന്താ കള്ളനോട്ടോ? ഇതെന്താ? കാറാണ്. ഓക്കെ ഇറ്റ്സ് ഓക്കെ. ഓക്കെ ബ്രോ നല്ലോണം ചെയ്തു. ഓക്കെ നല്ല ഇമാജിൻ ചെയ്തു. എന്താണ് ഫീൽ ചെയ്തത്? നല്ല രസമുണ്ട്. എന്താണ് ഫീൽ ചെയ്യാൻ പറ്റിയത്? എന്താണ് ഇവിടെ നടക്കുന്നതൊക്കെ അറിയുന്നുണ്ടോ? നല്ല റിലാക്സ് ചെയ്തു. ഓക്കെ നല്ലോണം ചെയ്തു. ഓക്കെ എനിവേ താങ്ക് യു. ഓക്കെ ഓക്കെ നല്ല ക്ലാപ്പ് കൊടുക്കും. നല്ല ക്ലാപ്പ്. രണ്ടാളും കംപ്ലീറ്റ് റിലാക്സ് ആണ്. നിങ്ങൾക്ക് രണ്ടാക്കും ദേവിക പിന്നെ ലക്ഷ്മി. ദേവിക ലക്ഷ്മി ഉണ്ട്. ദേവിക ആൻഡ് ലക്ഷ്മി, നിങ്ങൾക്ക് രണ്ടാക്കും മേക്കപ്പ് പണ്ടിത്തോണ്ട് എണീക്കുന്ന സമയത്ത് എന്നോട് ഭയങ്കര ഇഷ്ടമായിരിക്കും. നിങ്ങൾ രണ്ടാളും, ഒരാൾ എനിക്ക് വെള്ളം തന്നാൽ മറ്റേയാൾക്ക് ഇഷ്ടപ്പെടില്ല. എന്നോട് ഒരാൾ മിണ്ടിയാൽ മറ്റേയാൾക്ക് ഇഷ്ടപ്പെടില്ല. ഒരാൾ ക്ഷയിക്കാൻ എന്നാൽ മറ്റേയാൾക്ക് ഇഷ്ടപ്പെടില്ല. നിങ്ങൾക്ക് രണ്ടാൾക്കും എന്നോട് ഭയങ്കര ഇഷ്ടമായിരിക്കും. ഓക്കെ ആ ഇഷ്ടം നിങ്ങൾക്ക് അത്ര ഇഷ്ടമായിരിക്കും. ഓക്കെ മേക്കപ്പ് പണ്ടിത്തോണ്ട് ദേവിക ആൻഡ് മാളവിക രണ്ടാൾക്കും എന്നോട് ഭയങ്കര ഇഷ്ടമായിരിക്കും. മേക്കപ്പ് പണ്ടിത്തോണ്ട് എണീക്കുന്ന സമയത്ത് നിങ്ങൾക്ക് എന്ത് ചെയ്താല് എന്നോട് മറ്റേ മാളവിക മിണ്ടുമ്പോൾ ദേവിക്ക് ഇഷ്ടപ്പെടില്ല, ദേവിക മിണ്ടുമ്പോൾ മാളവിക ഇഷ്ടപ്പെടില്ല. ഓക്കെ മേക്കപ്പ് പണ്ടിത്തോണ്ട് എണീക്കുന്ന സമയത്ത് രണ്ടാൾക്ക് ഇഷ്ടപ്പെടില്ല. ഓക്കെ മേക്കപ്പ് പണ്ടിത്രേ രണ്ടാളും എണീറ്റോളൂ. ഹായ് എന്തൊക്കെയാണ്? സുഖാണോ? ആ ഓ സുഖമായി പോകുന്നു. എന്തൊക്കെയാണ് ഇവിടെ നിർത്താൻ പറഞ്ഞോട്ടെ? വേണ്ടേ? അതെന്താ വേണ്ട? അതെന്താ വേണ്ടത്? അങ്ങനെ പറയല്ലേ മോളെ. എനിക്ക് കുറച്ച് വെള്ളം എടുത്തു തരാമോ? വേണ്ടേ? അങ്ങനെ പറയല്ലേ. വെള്ളം കുടിച്ചോട്ടെ? കുടിച്ചോളതല്ലേ? അല്ലെ ഞാൻ പുള്ളിനെ മോളെ എടുത്തു തന്നത് എനിക്ക്. അല്ല ആരാ കൊടുക്കുന്നത്? നിങ്ങൾ ആരാ തരുന്നേ? രണ്ടാളും ഇങ്ങോട്ട് പോരും. ആരാ തരുന്നേ? ഇനിയിപ്പോ എന്താ ചെയ്യാ? ഒരു കുപ്പി കൊണ്ടുവന്നുള്ള ഞാനാകെ കുഴപ്പമില്ല. ഞാൻ ഒരു കാര്യം ചെയ്യാം. ആ ടൈമിൽ വെച്ചു ഞാൻ എടുത്ത് കുടിച്ചോളാം. ഇനിയിപ്പോ നിങ്ങൾ അതിന്റെ പേര് തല്ലുകൊണ്ട. ഓക്കെ എവിടെയാ പഠിക്കുന്നത് പറഞ്ഞാൽ നമ്മള് മീനങ്ങാടിയാണല്ലോ. മീനങ്ങാടി പഠിക്കുന്നത്. ആ നമ്മൾ അന്ന് വന്നപ്പോ കണ്ടിരുന്നു അല്ലേ? ആ കണ്ടിരുന്നു. ആ എന്തേ നീ അവിടെ നിന്ന് ഒരു മാർക്കർ എടുത്തു തരാമോ? ഓക്കെ റിലാക്സ്. ഓക്കെ രണ്ടാളും നോക്കിയോ? മീ നോർമൽ ആയിരിക്കും. മാർക്കർ തരുമോ? കുഴപ്പമുണ്ടോ? എന്ത് കുഴപ്പമല്ലേ? ആ എന്ത് കുഴപ്പം? ഒരു കുഴപ്പമില്ല. ഓക്കെ നല്ലോണം ചെയ്യണ്ട മക്കൾ. നിങ്ങൾ ഈ കൈയില് മക്കൾക്ക് പോരാ. നല്ല കഴിവുള്ള മക്കള്. ഓക്കെ ഇവിടെ എന്താ സംഭവിച്ചതൊന്നും മനസ്സിലാവില്ല അല്ലേ?
അതെ, ഓക്കെ. മക്കൾക്ക് ഒരുപാട് കാര്യങ്ങൾക്ക് ഇഷ്ടമാണോ? എവിടെയെങ്കിലും പോകണം, അല്ലെ ആരെല്ലാം കാണണം എന്നൊക്കെ ഭയങ്കര ഇഷ്ടമാണോ? പറ്റത്തുള്ളൂ. അപ്പൊ ഓക്കെ, മക്കൾക്കൊക്കെ എവിടെയെങ്കിലും പോകണമെന്നോ അല്ലെങ്കിൽ ആരെല്ലാം കാണണം എന്നൊക്കെ ഭയങ്കര ഇഷ്ടമാണോ? ഇവിടെ ഇരുന്നോളൂ, മക്കൾ ഇവിടെ ഇരുന്നോളൂ, രണ്ടാളും ഇവിടെ ഇരുന്നോളൂ. മക്കൾക്ക് അങ്ങനെ എന്തെങ്കിലും ആഗ്രഹങ്ങളൊക്കെ ഉണ്ടോ? ദേവിക, ഓക്കെ, ദേവിക്ക് അങ്ങനെ എന്തെങ്കിലും ആഗ്രഹങ്ങളുണ്ടോ? അങ്ങനെ ഇഷ്ടപ്പെട്ട നടൻ, നടി അങ്ങനെയൊക്കെ ഉണ്ടോ? എന്തോ അങ്ങനെയൊന്നും ഇഷ്ടപ്പെട്ട നടൻ, നടിയൊന്നുമില്ല. അങ്ങനെ ആരെ കാണണമെന്ന് ആഗ്രഹമൊന്നുമില്ല. ഓ, അമ്മ ഇസ്രായേലാണ്. ഓക്കെ, വേറെ? ഓക്കെ, അമ്മേന്റെ പേരെന്താ? അറിയില്ല. ഓക്കെ, മോൾക്കോ? ഇല്ല, അങ്ങനെ ആഗ്രഹമൊന്നുമില്ല. ഓക്കെ, ഇഷ്ടപ്പെട്ട നടനോ നടിയൊക്കെ ഉണ്ടോ? ഉണ്ടല്ലേ. ആരാ ഇഷ്ടപ്പെട്ട നടനാരാ? ഓ, ദിലീപ്. നടിയോ? മഞ്ജു വാര്യർ. ഓക്കെ, വേണ്ട, റിലാക്സ് ചെയ്തോളൂ, എന്നെ നോക്കിക്കോളൂ. അല്ല വേണ്ട, എനിക്ക് എണ്ണേ ഇതൊരു സ്ലീപ്പിംഗ് കണ്ണെന്ന് പറയും. ഇത് വെച്ചിങ്ങനെ വെടി വെച്ചാൽ അപ്പം സ്ലീപ്പിലോട്ട് പോകും. വെടി വെക്കട്ടെ, ഇതിലോട്ട് നോക്കിയോ. Deeper and 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 deeper. ഞാനിപ്പോ ടച്ച് ചെയ്തിരിക്കുന്ന ആള് ദേവിക. ദേവിക കണ്ണു തുറക്കുമ്പോൾ ദേവികയുടെ മുമ്പിൽ നിൽക്കുന്നത് ദേവികയുടെ അമ്മയായിരിക്കും. ഓക്കെ, എക്സാക്ട്ലി അമ്മയായിരിക്കും ദേവിക കാണാൻ പോകുന്നത്. ദേവിക്ക് ഭയങ്കര സന്തോഷമാവും, ദേവിയെ കെട്ടിപ്പിടിക്കും, ദേവിക്ക് ഭയങ്കര ഹാപ്പി ആവും. ഓക്കെ, ദേവിക്ക് ഒരുപാട് നാളത്തെ ആഗ്രഹമാണ് അമ്മേനെ കാണുന്നുള്ള. ദേവിക്ക് ഭയങ്കര സന്തോഷം, അമ്മേനെ മുന്നിൽ കാണാം, അമ്മയോട് സംസാരിക്കാം. ഓക്കെ, ദേവിക മേക്കപ്പ് പണ്ടുത്തരോണ്ട് എനിക്ക് സമയത്ത് ദേവിയെ കാണാൻ പോകുന്നത് എന്റെ ഇടത് സൈഡിൽ ബ്ലാക്ക് ചുരിദാറിട്ട് നിൽക്കുന്നത് എക്സാക്ട്ലി ദേവിയുടെ അമ്മയായിരിക്കും. ഓക്കെ, ദേവിക മേക്കപ്പ് പണ്ടുത്തരി. ദേവിക ധാരാളം ഓക്കെ, കരയണ എന്തിനാ? സന്തോഷമുള്ള കാര്യല്ലേ അല്ലേ? സന്തോഷമുള്ള കാര്യല്ലേ? അമ്മയുടെ കാര്യങ്ങൾ പറയണ്ടേ? പറഞ്ഞ ദേവിക സമാധാനിപ്പിച്ചാൽ. സന്തോഷ കണ്ണീര് നമുക്ക് നല്ലതല്ലേ? അമ്മേനെ കണ്ടുകൊണ്ടുള്ള സന്തോഷമാണ്. ഓക്കെ, റിലാക്സ്. അമ്മ കരഞ്ഞപ്പോ അമ്മ പോവും, റിലാക്സ്. അമ്മേനെ ശരിക്കും നോക്കി. അമ്മേനെ എന്തെങ്കിലും പറയണ്ടോ? സന്തോഷമായോ? അമ്മേനെ എന്തെങ്കിലും പറയണ്ടോ? വിഷമിക്കണ്ടെന്ന് പറഞ്ഞോ? അമ്മ വിഷമിക്കൊന്നും വേണ്ടാന്ന് കേട്ടോ. ഓക്കെ, അപ്പൊ വിഷമിക്കുന്നു. അമ്മേനെ കണ്ടില്ലേ? ദേവിക എന്നെ നോക്കിയോ, ഒന്ന് കണ്ണടച്ചോ. ദേവിക ഇനിയിപ്പോ കണ്ണു തുറക്കുമ്പോ ദേവിയുടെ ഇടത് സൈഡ് ബ്ലാക്ക് ചുരിദാർ നിൽക്കുന്നത് മഞ്ജു വാര്യർ. ഭയങ്കര സന്തോഷമായിരിക്കും മഞ്ജു വാര്യർ കാണുമ്പോ. ഓക്കെ, മേക്കപ്പ് കണ്ടു പോയി. അയ്യോ, മേഡം എപ്പോഴാ വന്നേ? മേഡത്തിന് ഞാനിവിടെ പരിപാടി അവതരിപ്പിക്കുന്നതിന് ഇടയ്ക്ക് ആരോ പറഞ്ഞു ഇങ്ങനെ മേഡം വരുന്നുണ്ടെന്ന്. ഓക്കെ, പക്ഷെ മേഡം വരുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. എന്താ പറയാ, സന്തോഷം. എപ്പോഴാണ് മോള് പറഞ്ഞത് മോൾക്ക് ഭയങ്കരമായിട്ട് മഞ്ജു വാര്യരെ കാണുന്നത് ഭയങ്കര ആഗ്രഹമാണ്. എന്താ മോളെ, എന്താ ഉണ്ടായിരിക്കുന്നത് കാണുന്നൊക്കെ പറഞ്ഞിട്ട്. ഓക്കെ, മഞ്ജു വാര്യരെ ഞാൻ വേറെ ആളോടെ പറഞ്ഞിരുന്നു, മഞ്ജു വാര്യർ. ഓക്കെ, മോള് സംസാരിച്ചോളൂ. ഓക്കെ, മോളിപ്പോ ഇടത് സൈഡില് മാളവിക, ദേവിക സംസാരിക്കുന്നത് മഞ്ജു വാര്യരാണ്. മോളിലേക്കോ കാണാൻ പോകുന്നത് മഞ്ജു വാര്യരായിരിക്കും. ഓക്കെ, മോളെ മേക്കപ്പ് കണ്ടു. മഞ്ജു വാര്യരെ കണ്ടോ സംസാരിച്ചു എടുക്കുന്നത്? സംസാരിച്ചോ? മഞ്ജു വാര്യർ എന്തെങ്കിലും പറയേണ്ടി പറഞ്ഞു? നിങ്ങൾക്ക് ഇപ്പോഴാ പറയാൻ പറ്റുള്ളൂ. ഒന്ന് കെട്ടിപ്പിടിച്ചോ, ഉറക്കെ മൈക്ക് പറയോ അല്ലേ? കാണുന്നത് വിശ്വസിക്കാൻ പറ്റുന്നില്ലേ? ഒന്നുകൂടെ വേണമെങ്കിൽ ഒന്ന് മഞ്ജു വാര്യരെ കെട്ടിപ്പിടിച്ചോ. ഫോട്ടോ എടുക്കണോ? ഫോണുണ്ടോ? ഇല്ല. അവിടെ അല്ല, അതല്ല, മോളുടെ ഫോണുണ്ടോ? ഇവരുടെ ഫോണുണ്ടോ? ഇവിടെ അടുത്തുണ്ടോ ഇവരുടെ ഫാമിലി? ഇല്ല, അടുത്തില്ലല്ലോ. ഓക്കെ, എന്നാ ഞാനിവിടെ നിന്ന് ഫോൺ തരാവേ. ഇതാ ഫോണിതാ, ഇല്ല എടുത്തോ, ഇതെടുത്തോ, സെൽഫി എടുത്തോ. നിങ്ങൾക്ക് മൂന്നാമത് നിൽക്കുന്നില്ലേ? ഇങ്ങോട്ട് ഇവിടുന്ന് വെട്ടം, ഇവിടുന്ന് എടുക്കുക, ഇങ്ങോട്ട് തിരിഞ്ഞേക്ക്. ഓക്കെ, മുറുക്കെ എടുത്തോളൂ, സെൽഫി എടുത്തോളൂ. അയ്യോ, ഞാനില്ല, ഞാനും കൂടെ. എടുത്തോ. ഓക്കെ, എന്തെങ്കിലും വേറെ എന്തെങ്കിലും പറയാനുണ്ടോ? എന്തെങ്കിലും ആഗ്രഹമുണ്ടോ? അപ്പൊ മഞ്ജു വാര്യർ ഇപ്പൊ പോകും, തിരക്കാന്നാ പറഞ്ഞേ. ഇവിടുത്തെ സംഘാടക സമിതി അംഗങ്ങൾ വേഗം കൂട്ടിക്കൊണ്ട് വന്നേണേ. കാരണം പെട്ടെന്ന് ഇങ്ങനെ ഒരു പരിപാടി ഉണ്ടെന്ന് പറഞ്ഞപ്പോ എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ വേഗം പറഞ്ഞോ. കണ്ടതിൽ സന്തോഷം അല്ലേ? ഓക്കെ, ഒന്നുകൂടെ കെട്ടിപ്പിടിച്ചോ, വേഗം അദ്ദേഹം പോകും. എന്നാ പോയിക്കോട്ടെ. ഓക്കെ, അപ്പൊ വീണ്ടും കാണാം അല്ലേ? വേറെ എന്തെങ്കിലും പറയാനുണ്ടോ ഇവരോട്? എന്തെങ്കിലും പറയാനുണ്ടോ? നല്ലോണം ചെയ്തു അല്ലെങ്കിൽ എന്തെങ്കിലും പറയാനുണ്ടോ? നല്ലോണം പഠിക്കാം. ഓക്കെ മക്കളെ. ഓക്കെ, രണ്ടാമത് പോരും, മേഡം പോയിക്കോളൂ. ഓക്കെ, മോളെ ഇവിടെ നിന്നോ.
ഓക്കെ. ഫോൺ വാങ്ങിയില്ല അല്ലേ? ഫോണ് വാങ്ങിയില്ലല്ലോ. ഫോണ് ഞാൻ വാങ്ങിയിട്ടുണ്ട്, ഫോൺ വാങ്ങിച്ചിട്ടുണ്ട്. പോരെ ആ ചേച്ചിന്റെ ഇരുന്നല്ലേ? എന്നാ ഫോൺ ഞാൻ വാങ്ങിച്ചിട്ടുണ്ട്. പോരെ ഫോൺ ഇതവിടെ ഉണ്ടറാ. ഓക്കെ മോളെ ഒറ്റ മിനിറ്റ്. മോളെ എന്നെ നോക്കി കൈ തന്നെ സ്ലീപ്പ്. ഓക്കെ മോളെ കാണിച്ചേ. മോളുടെ മുമ്പിൽ നിൽക്കാൻ പോകുന്നത് ദിലീപായിരിക്കും. ബ്ലാക്ക് ഓർഡറൊക്കെ എടുത്ത് ദിലീപായിരിക്കും ഉണ്ടാവുക. മോളുടെ മുമ്പിൽ മേക്കപ്പ് കണ്ടെത്തുകൊണ്ട് എണീക്കുമ്പോ മോളോട് കാണാൻ പോകുന്ന ദിലീപിനെ ആയിരിക്കും. ഓക്കെ മോളെ മേക്കപ്പ് കണ്ടെത്തുകൊണ്ട് എണീക്കുന്ന സമയത്ത് കാണാൻ പോകുന്ന ദിലീപിനെ ആയിരിക്കും. ഓക്കെ മോളെ മേക്കപ്പ് കണ്ടെത്തുവേ. മോളെ ഹായ്, എന്തൊക്കെയാണ്? എന്താണ് ഇവിടെ പരിപാടി? ഇത് വിളിച്ചോ. എന്താണ് പരിപാടി? കാണാൻ വന്നതാണ്. മഞ്ജു ചേച്ചി വന്നിരുന്നു പറഞ്ഞൂടെ? വന്നിട്ടുണ്ടായിരുന്നോ? കണ്ടോ? എന്നോട് ഇവര് പറഞ്ഞു മഞ്ജു ചേച്ചി മഞ്ജുവാര്യർ വന്ന് പോയി. അപ്പൊ ദിലീപേട്ടനോട് ഒന്ന് വന്ന് കയറി ഒന്ന് എല്ലാരും ഒന്ന് സാധൊക്കെ പറഞ്ഞ്, അല്ലെങ്കിൽ എല്ലാരും ഈ വയനാട് ഉത്സവത്തിന് വലിയ നന്ദിയൊക്കെ പറയണം എന്നൊക്കെ പറഞ്ഞ് എന്നെ വിളിച്ചതാണ്. അപ്പോഴാണ് പറഞ്ഞ മോൾ ഇങ്ങനെ ഇവിടെ ഷോ നടക്കുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞേ. ഇഷ്ടായോ? ഇഷ്ടായി? ഓക്കെ സന്തോഷായോ? ഓക്കെ 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 മോളെ ഭയങ്കര ഹാപ്പി ആയില്ലേ? എന്നെ ഇഷ്ടപ്പെട്ട സിനിമ ഏതാ? പ്രിൻസ് ആൻഡ് ഫാമിലി ഇഷ്ടപ്പെട്ടു. ഓക്കെ ഒരുപാട് ഇപ്പൊ നടക്കുന്ന ജീവിത സാഹചര്യങ്ങളൊക്കെ വെച്ച് ഉണ്ടാക്കിയ ഒരു ഫിലിമാണ് അല്ലേ? ഓക്കെ വളരെ റിലാക്സ് ചെയ്തോളൂ. ഓക്കെ അത് നമ്മൾ ഇരുന്നോളൂ. ഞാൻ പൊക്കോട്ടെ എന്തെങ്കിലും പറയണ്ടോ? കോമഡിക്ക് ഇഷ്ടമാണ്. ഞാനിപ്പോ കോമഡിയൊക്കെ ഒന്ന് മാറി കുറച്ചുകൂടെ ഒന്ന് ട്രാക്ക് ഒന്ന് മാറ്റി പിടിക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഓക്കെ നമുക്ക് മിക്സ് ചെയ്ത് പടം വരുന്നുണ്ട് അല്ലെ? കോമഡിയും അതുപോലെ തന്നെ കുറച്ച് സീരിയസ് ആയിട്ടുള്ള കഥാപാത്രങ്ങൾ രാമലീലയൊക്കെ പോലെ മിക്സ് ചെയ്ത് വരാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഓക്കെ ഇനി എന്തായാലും നമുക്ക് മിക്സ് ചെയ്ത് ഉണ്ടാവും അല്ലേ? ഓക്കെ 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 മോളെ എനിവേ ഓക്കെ ഞാൻ പോട്ടെ. എന്നാ ഷേക്കാൻ പോയി അല്ലേ? ഓക്കെ താങ്ക് യു. ഒന്ന് ഇരുന്നോളൂ മോള്. ഓക്കെ നോയോ സ്ലീപ്പ് വേഗം എടുത്തു. നമ്മൾ ഈ ഒരു പെർഫോമൻസ് ചെയ്ത് നമ്മൾ ഇപ്പൊ നിർത്താണ്. ഓക്കെ ഇപ്പൊ സ്റ്റേജ് നമ്മൾ നിർത്താണ്. ഓക്കെ നിങ്ങൾ രണ്ടാളും ഇപ്പൊ ഉണ്ടാവാൻ പോകുന്നത് കാശ്മീരായിരിക്കും ഉണ്ടാവാൻ പോകുന്നത്. വേണം നമുക്ക് കാശ്മീർ പോകണം. എന്തായാലും വിരുത്തോളം വന്നല്ലേ, നമുക്ക് ഒരു സ്വിറ്റ്സർലാൻഡ് വരെ കൊണ്ടുപോകാം. എന്ത് പറയുമ്പോ സ്വിറ്റ്സർലാൻഡ് അടിച്ചു വരാം അല്ലേ? നിങ്ങൾ രണ്ടാൾ ഇപ്പോൾ ഉണ്ടാവുക സ്വിറ്റ്സർലാൻഡ് ആയിരിക്കും. ഓക്കെ നിങ്ങൾ രണ്ടാൾ ഇപ്പോൾ ഉള്ളത് സ്വിറ്റ്സർലാൻഡിലാണ്. ഓക്കെ സ്വിറ്റ്സർലാൻഡിൽ ഞാൻ അടക്കമുണ്ട്. നമ്മൾ നല്ല മഞ്ഞ് മൂടി നല്ല തണുപ്പായിരിക്കും. നിങ്ങൾ സ്വിറ്റ്സർലാൻഡിന്റെ ഭംഗി ആസ്വദിക്കും. ഓക്കെ വേക്കപ്പ് കണ്ടു തുടങ്ങിയ സമയത്ത് നിങ്ങൾ കാണാൻ പോകുന്ന സ്വിറ്റ്സർലാൻഡ് ആയിരിക്കും. ഓക്കെ വേക്കപ്പ് കണ്ടു തുടങ്ങി. ഓക്കെ വേക്കപ്പ്. ഹായ് എങ്ങനെയുണ്ട് സ്ഥലമൊക്കെ? കൊള്ളാം. എഴുന്നേറ്റോ നമുക്ക് വേഗം പോണ്ടേ? എങ്ങനെയുണ്ട്? കൊള്ളാം. അടിപൊളിയാണോ? നല്ല ഭംഗിയുണ്ട്. തണുക്കുണ്ടാവില്ല? ഇപ്പൊ തണുപ്പ് കൂടി വരും. തണുക്കുണ്ടോ? തണുപ്പുണ്ടോ? മോക്ക് ജാക്കറ്റ് ഇട്ടുണ്ടല്ലോ. നടക്കുന്നുണ്ടോ? എന്താ ഇവിടെ കാണുന്നേ? ടൗണൊക്കെ കാണുന്നുണ്ടോ? ഇങ്ങനെ കേബിൾ കാറെ കാണുന്നുണ്ടോ? സ്വിറ്റ്സർലാൻഡിൽ ഏറ്റവും കേബിൾ കാറാ. ഇത് അങ്ങോട്ട് നോക്കി അതാണ് ഇവിടെ കേബിൾ കാർ കാണുന്നുണ്ടോ? കേറണോ? വേണ്ടല്ലേ? നല്ല ഭംഗിയില്ലേ? നല്ല ഭംഗിയുണ്ട്. ഓക്കെ മോളെ കേബിൾ കാറുണ്ടോ അവിടെ? കണ്ടോ? അതാ അവിടുത്തെ കയറി പോകും. അതാ കണ്ടോ? കണ്ടില്ലേ? ഓക്കെ നല്ല ഭംഗിയുണ്ടല്ലോ സ്ഥലം. ഓക്കെ ടൗണ് സ്വിറ്റ്സർലാൻഡ് ടൗൺ അങ്ങനെ കാണണോ? ഇനി ടൗണ് കാണണോ? അതായത് നമ്മൾ സ്വിറ്റ്സർലാൻഡിലുള്ളേ മഞ്ഞക്കല്ലേ? ടൗണൊക്കെ ഒന്ന് കാണണോ? വേണ്ട ടൗണൊന്നും ഇഷ്ടമല്ല. വേറെ ഒന്നും ഇഷ്ടം? നിങ്ങൾക്ക് എവിടെയാ പോകാൻ ഇഷ്ടമുള്ളേ? അല്ല എവിടെയാ ഒരു സ്ഥലം ഇഷ്ടമുള്ള സ്ഥലം? വേണേ നമുക്ക് ഇപ്പൊ പോവാം. പിന്നെ പോകാൻ പറ്റില്ല. ഇപ്പൊ നമ്മളോട് നിർത്തിയ പിന്നെ പോകാൻ പറ്റില്ല. ഇപ്പൊ എവിടെ പോവാം? എവിടെ പോകണ്ടേ? എവിടെയെങ്കിലും ആഗ്രഹമുണ്ടോ? ആഗ്രഹമുണ്ട് ഇപ്പൊ സാധിച്ചു തരും. നിങ്ങൾ ആഗ്രഹം പൈസ മുടക്കാതെ നമ്മൾ ഇപ്പൊ ആഗ്രഹം സാധിച്ചു തരും. എവിടെ പോകണ്ടേ? തണുപ്പ് പോയി. ഓക്കെ തണുപ്പ് പോയി ഇപ്പൊ നോർമലേ. ഓക്കെ എവിടെ പോകണ്ടേ? എവിടെയും പോണോ? യു.എസ്.എ. നമ്മളോട് യു.എസ്.എ പോലെ രണ്ടാമത് കണ്ണടച്ചോ? യു.എസ്.എയിലാണോ ഉള്ളത്? ടൗണില് കണ്ണു ഓപ്പൺ ചെയ്തോളൂ. എന്ത് ഭംഗിയല്ലേ കാണാനായിട്ട്? കെട്ടിടങ്ങള്, റോഡ് എത്ര ഭംഗിയല്ലേ? എന്താ കാണുന്നത് അവിടെ? കുറെ ആൾക്കാരുണ്ട്. എല്ലാരും ഫോറിനേഴ്സ് ആണോ? മലയാളീസ് ഉണ്ടോ? അവിടെ ആരിലൊക്കെ ഇരിക്കണ്ടോ? ഇല്ലല്ലോ. അവിടെ ആരും ഇല്ലല്ലോ. എന്താ കാണുന്നത്? ടൗണാണ് കാണുന്നത്. മോളെന്താ കാണുന്നത്? കുറെ ആൾക്കാരെ. ഏതാൾക്കാരെ? ഫോറിനേഴ്സ് ആണോ? മൊത്തം ഫോറിനേഴ്സ് ആണല്ലേ? ഓക്കെ നല്ല ടൗണൊക്കെ നല്ലോണം വേണമെന്ന് കണ്ടോ? ഒന്ന് തല ചുറ്റും വട്ടത്തിൽ നോക്കി പിന്നെ കാണാൻ പറ്റില്ല. മൊത്തം നോക്കിയോളൂ. ഓക്കെ രണ്ടാൾ ഇരുന്നോളൂ. ഓക്കെ റിലാക്സ്. ഇരുന്നോളൂ. സ്ലീപ്പ്. ചാരി കിടന്നോളൂ. ഓക്കെ സ്ലീപ്പ്. മോളെ നോക്കിക്കോളൂ. ചാരി കിടന്നോളൂ. പോയിക്കോളൂ. സ്ലീപ്പ്. ഓക്കെ നമ്മളിവിടെ വൈൻഡപ്പ് ചെയ്യാണ്. 1 മിനിറ്റ് 2 മിനിറ്റ് ഇവർക്ക് വേണ്ടി എടുക്കുകയാണ്. നമ്മൾ ഇത്ര ചെയ്തല്ലേ? ഇവരെ നമുക്കൊന്ന് ബൂസ്റ്റ് ചെയ്തൊന്ന് ഹീൽ ചെയ്ത് ഇവർക്ക് വേണ്ട കുറച്ച് പോസിറ്റീവ് വൈബ്സ് കൂടെ കൊടുത്താൽ നിർത്താം അല്ലേ? ഓക്കെ 2 മിനിറ്റ് ഇവർക്ക് വേണ്ടി ഞാൻ എടുക്കുകയാണ്. ഓക്കെ മക്കളെ
ഞാൻ ഇത്ര നേരം പറഞ്ഞ കാര്യങ്ങൾ തന്ന സജഷൻസ് ഒക്കെ തിരിച്ചെടുക്കാണ്. നിങ്ങൾ എങ്ങനെയാണോ വന്നത് അതുപോലെ തന്നെയാണ് ഇനി തന്ന സജഷൻസ് എല്ലാം തിരിച്ചെടുത്തു. ഭയങ്കര പ്രസന്റ് ആയിരിക്കും, പ്രസന്റ് ആയിട്ട് ഭയങ്കര ഹാപ്പി ആയിരിക്കും നിങ്ങൾ ഇനി. ഓക്കെ, ഞാൻ ഇനി ഇവിടെ നടന്ന കാര്യങ്ങളെല്ലാം നിങ്ങളുടെ ഓർമ്മയിലുണ്ടാവും. ഞാൻ ഇനി പറയുന്ന കാര്യങ്ങൾ നല്ലോണം ഇമാജിൻ ചെയ്യാം. നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഒരുപാട് സങ്കടങ്ങളൊക്കെ ഉണ്ടായ നിമിഷങ്ങൾ ഉണ്ടാവും. ആ നിമിഷങ്ങളൊക്കെ നിങ്ങളുടെ കയ്യിലോട്ട് ഒന്ന് ഹീൽ ചെയ്യുക, കയ്യിലോട്ടൊന്ന് കൊണ്ടുവരിക, നിങ്ങളുടെ കയ്യിലോട്ടൊന്ന് ഹീൽ ചെയ്യുക. നിങ്ങൾ മറക്കാൻ ആയിരിക്കുന്ന എല്ലാ നിമിഷങ്ങളെയും കയ്യിലോട്ടൊന്ന് കൊണ്ടുവരിക, കയ്യിലോട്ടൊന്ന് മൊത്തത്തിൽ കൊണ്ടുവരിക. കംപ്ലീറ്റ് സ്റ്റക്കായി കംപ്ലീറ്റ് ആയി ലോഡ് ചെയ്തോളൂ. ഈ കയ്യിലോട്ടൊന്ന് ലോഡ് ചെയ്തോളൂ. ഓക്കെ, നമ്മൾ ഈ കയ്യിലോട്ട് സ്റ്റക്ക് ലോഡ് ചെയ്തോളൂ. ഓക്കെ, കംപ്ലീറ്റ് സ്റ്റക്ക് ലോഡ് ചെയ്തോളൂ. എല്ലാ വിഷമങ്ങളും ആ കയ്യിലോട്ട് ലോഡ് ചെയ്തോളൂ. നിങ്ങൾ മറക്കാൻ ആഗ്രഹിക്കുന്ന എല്ലാ വിഷമങ്ങളും ആ കയ്യിലോട്ട് ലോഡ് ചെയ്തോളൂ. നമുക്ക് ഇനി അതൊന്നും വേണ്ട, നമുക്ക് അതൊക്കെ എടുത്തു കളഞ്ഞേക്കാം. നമുക്ക് അങ്ങനെ നമ്മൾ മറക്കാൻ ആഗ്രഹിക്കുന്ന നിമിഷങ്ങളും വിഷമങ്ങളും അതൊക്കെ എടുത്തു കളഞ്ഞേക്കാം. നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും നല്ല സന്തോഷമുള്ള നിമിഷങ്ങൾ മാത്രം മതി. അതെല്ലാം ഒന്ന് ആ കൈയിന്റെ വലത് കൈയിലോട്ട് മൊത്തത്തിൽ ലോഡ് ചെയ്ത് കൊണ്ടുവന്നേ. എല്ലാം ഓരോന്നോരോന്നായിട്ട് സപ്പോർട്ട് മൈൻഡിൽ നിങ്ങൾ ഓരോന്നോരോന്നായിട്ട് എടുത്തേ, ഓരോന്നോരോന്നായിട്ട് ഇങ്ങനെ എടുത്തേ, ഓരോന്നോരോന്ന്. അത് കംപ്ലീറ്റ് കൈ ടൈറ്റായിക്കൊണ്ടേയിരിക്കും. നിങ്ങൾ എടുക്കും തോറും കംപ്ലീറ്റ് ടൈറ്റായിക്കൊണ്ടേയിരിക്കും. നിങ്ങൾ മൊത്തത്തിൽ എടുത്തോ, ഓരോന്നോരോന്നും എടുത്തോ. നിങ്ങളുടെ ജീവിതത്തിലുണ്ടായ എല്ലാ വിഷമങ്ങളും എടുത്തെല്ലാം ഒഴിവാക്കിയേക്ക്. ഇനി അത് പതുക്കെ നമ്മുടെ കമ്പ്യൂട്ടറിൽ ഡിലീറ്റ് അടിച്ച് കളഞ്ഞേക്ക്. അതൊന്നും നമുക്ക് വേണ്ട. അപ്പൊ തന്നെ കൈ ലൂസായി വരും. നിങ്ങളുടെ കൈ ലൂസായി വരും. ഡിലീറ്റ് അടിച്ച് കളഞ്ഞേക്ക്. അതൊന്നും നമുക്ക് വേണ്ട. അതൊക്കെ വേണ്ട തുറക്കണം. കൈ താന്നു വരും. ഓക്കെ, ഒഴിവാക്കി ഡിലീറ്റ് അടിച്ച് കളഞ്ഞു. എല്ലാം പോട്ടെ. ഡിലീറ്റ് അടിച്ച് എല്ലാം ഡിലീറ്റ് അടിച്ച്. ഓക്കെ, ഇനി നല്ല പ്ലസന്റ്, നല്ല സന്തോഷമുള്ള നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായ നല്ല നിമിഷങ്ങൾ, നല്ല പ്ലസന്റ് ആയിട്ടുള്ള നല്ല പോസിറ്റീവ് ആയിട്ടുള്ള നല്ല നിമിഷങ്ങൾ ഉണ്ടാവും ജീവിതത്തിൽ. നമുക്ക് മറക്കാൻ പറ്റുന്നത് അപ്പൊ കുറെ ഗ്യാപ്പ് ഉണ്ട്. ഇപ്പൊ നമ്മുടെ നെഗറ്റീവ് തോട്ട്സ് ഒക്കെ കളഞ്ഞ കുറെ ഗ്യാപ്പ് നമ്മുടെ മൈൻഡിലുണ്ട് അല്ലെ. ആ മൈൻഡിലോട്ടൊക്കെ നമ്മുടെ നല്ല ഓർമ്മകളൊന്ന് ഫീൽ ചെയ്തേ, വീണ്ടും ഫീൽ ചെയ്ത് നല്ല ഓർമ്മകൾ ഇങ്ങനെ ആലോചിച്ച് മനസ്സിലൂടെ ഇങ്ങനെ കടന്നു പോകും. നിങ്ങൾ നല്ല പ്രസന്റ് ആയിക്കൊണ്ടേ ഇരിക്കുന്നുണ്ട്. ആ ഗ്യാപ്പിലോട്ടൊക്കെ നിങ്ങളുടെ നല്ല ഓർമ്മകൾ ഫിൽ ആയിക്കൊണ്ടേയിരിക്കട്ടെ. കംപ്ലീറ്റ് ഫില്ലായി കംപ്ലീറ്റ് ഫില്ലാവുന്നുണ്ട്. ഫില്ലാവുന്നതോടെ നിങ്ങളുടെ മുഖത്ത് ഹാപ്പിനെസ് കൂടിക്കൊണ്ടേയിരിക്കുന്നുണ്ട്. നിങ്ങളുടെ മുഖത്ത് നല്ല ഹാപ്പിനെസ് കൂടിക്കൊണ്ടേയിരിക്കുന്നുണ്ട്. ഓക്കെ, നിങ്ങളുടെ ബോഡിയിൽ കംപ്ലീറ്റ് ഫില്ലായോ? മോളെ ഫില്ലായോ? കംപ്ലീറ്റ് ഫില്ലായോ? മോളെ കംപ്ലീറ്റ് ഫില്ലായോ? മോളുടെ കംപ്ലീറ്റ് ഫില്ലായോ? ഫില്ലായി. ഓക്കെ, മോളുടെ ഫില്ലായോ? ഓക്കെ, ഞാൻ തന്നെ നമ്മളിപ്പോൾ ചെയ്ത ഈ ഒരു പോസിറ്റീവ് നിങ്ങളുടെ ജീവിതത്തിലോട്ട് വന്ന പോസിറ്റീവ് ഫീലിങ്സ് നിങ്ങൾക്ക് നല്ലോണം പഠിക്കാൻ പറ്റട്ടെ. നല്ല ജീവിതത്തിൽ നല്ല ഉയരങ്ങളിലോട്ട് എത്താൻ സാധിക്കട്ടെ. നിങ്ങളുടെ ആഗ്രഹങ്ങളൊക്കെ നിറവേറട്ടെ. ഓക്കെ, ഞാൻ വേഗം പണ്ടത്തോടെ എനിക്കൊന്ന് കേട്ടിട്ട് പോകാം. ഓക്കെ, നിങ്ങൾ ഭയങ്കരമായിട്ട് വേഗം തിരിച്ചു വന്നുകൊണ്ടേയിരിക്കുകയാണ്. നിങ്ങൾ എങ്ങനെയാണോ വന്നത് അതുപോലെ തന്നെ തിരിച്ചു വന്നുകൊണ്ടേയിരിക്കുകയാണ്. ഞാൻ 1 മുതൽ 10 വരെ മേലോട്ട് കൗണ്ട് ചെയ്യും. 10 നിങ്ങൾ ഓട്ടോമാറ്റിക് ആയിരിക്കും. 1, നിങ്ങൾ ഭയങ്കര ഹാപ്പി ആയിക്കൊണ്ടേയിരിക്കുകയാണ്. 2, നിങ്ങളുടെ ഫുൾ പോസിറ്റീവാണ്. നിങ്ങൾ ക്ഷീണം എല്ലാം മാറിക്കൊണ്ടിരിക്കുകയാണ്. ക്ഷീണം ഒക്കെ മാറി. 3, നിങ്ങൾ ഹാപ്പി ആയിക്കൊണ്ടേയിരിക്കുകയാണ്. 4, ഭയങ്കര ഹാപ്പി ആയിക്കൊണ്ട് നിങ്ങൾ ചിരി മുഖത്ത് വരുന്നുണ്ട്. 5, മുഖത്ത് ഭയങ്കരമായിട്ട് ചിരി വന്നുകൊണ്ടേയിരിക്കുകയാണ്. ചിരി കംപ്ലീറ്റ് വന്നുകൊണ്ടേയിരിക്കുകയാണ്. നിങ്ങൾ ഹാപ്പിനെസ് കൂടിക്കൊണ്ടേയിരിക്കും. ഇവിടെ വന്നതിനൊക്കെ ഇരട്ടി പ്ലസന്റ് ആയിട്ട് ഹാപ്പി ആയിട്ട് അങ്ങോട്ട് പോകുന്നത്. 6, ഭയങ്കര ഹാപ്പി ആയിക്കൊണ്ടേയിരിക്കുകയാണ്. 7, ഭയങ്കര ഹാപ്പി ആയിക്കൊണ്ടേയിരിക്കുകയാണ്. 7, 8, ഭയങ്കര ഹാപ്പി ആയി പൊട്ടിച്ചിരിച്ചുകൊണ്ടേയിരിക്കുകയാണ്. 9, ഓക്കെ 10, വേക്കാം പോലെ മക്കളെ. ഞാൻ 2 മിനിറ്റ് ഇവർക്ക് വേണ്ടി എടുത്താണ് അല്ലേ. ഇത്ര നേരം നമ്മളെ റെസിപ്പി ഇവർക്ക് വേണ്ടി നമ്മൾ എന്തെങ്കിലുമൊക്കെ ചെയ്യണ്ടേ അല്ലേ? കുഴപ്പമില്ലല്ലോ. ഓക്കെ, ഇവര് എന്തൊക്കെ ഫീൽ നിങ്ങളോട് ചോദിക്കാതിരിക്കും എന്തൊക്കെയാണ് ഇവിടെ നടന്നതെന്ന് ഇവർക്ക് അത്ര ഇതുണ്ടാവില്ല അല്ലെ. അതായത് ഇവര് കാണുകയാണ് ചെയ്തത്. അപ്പൊ നിങ്ങളാണ് ഏറ്റവും കൂടുതൽ ഇമാജിനേഷൻ. അതായത് നിങ്ങൾ കുറച്ചുകൂടെ ഇൻ ഡെപ്തിലോട്ട് പോവുകയാണ് ചെയ്തത്. അതുകൊണ്ടാണ് നിങ്ങൾക്ക് മഞ്ജുവാര്യനെ കണ്ടോ? ദിലീപിനെ കണ്ടു. ആരെ കണ്ടേ? ദിലീപിനെ കണ്ടു. യൂസറിലൊക്കെ പോയോ? എങ്ങനത്തെ എന്തൊക്കെയാ ഫീൽ ചെയ്തത്? നിങ്ങളെ ഒരു ഇത്ര ചെയ്തത് ഒരു എക്സ്പീരിയൻസ് അവരോട് ഷെയർ ചെയ്യാവോ? എന്താണ് നിങ്ങൾക്ക് ഫീൽ ചെയ്തത്? എന്തൊക്കെ കണ്ടു? അവർക്ക് അറിയാൻ വേണ്ടി ഒരു ഇതുണ്ടാവുമല്ലോ, എന്താണ് ഇവിടെ നടന്നതെന്നൊക്കെ. കണ്ടു. പിന്നെ സിറ്റി USA പോയി. പിന്നെ അത് കഴിഞ്ഞപ്പം വീണ്ടും ഇറങ്ങി. പിന്നെ ഭയങ്കര ഹാപ്പി ആയി. എല്ലാം മനസ്സ് ഫുൾ കൂളായി, റിലാക്സ് ആയി. പ്രത്യേകിച്ച് അങ്ങനെ ഓർക്കാൻ പറ്റുന്നില്ല. അത് തന്നെ എനിക്ക് പറയാൻ പറ്റുള്ളൂ. പിന്നെ അമ്മേനെ കണ്ടതുപോലെ തോന്നുന്നു. കൃത്യമായിട്ട് ഓർമ്മയില്ല. നല്ല ഓക്കെ, അപ്പൊ മക്കൾക്ക് നല്ല ഈ കൈയുടെ ഒന്നും പോരാ. എനിവേ മക്കളെ നല്ലോണം ചെയ്തു, നല്ല ഇമാജിനേഷൻ പവറാണ് നിങ്ങൾക്ക് കാണാനും കാര്യങ്ങൾ സാധിച്ചത്. എനിവേ കൺഗ്രാറ്റ്സ്, ഓൾ ദി ബെസ്റ്റ്. ഓക്കെ, താങ്ക് യു. നല്ല കൈ പോരാ, നല്ല കൈയുടെ നല്ല കൈയുടെ പറയും. ഓക്കെ, ഓഡിയൻസിന്റെ എല്ലാ ലൈറ്റ്സ് നോക്കാം. നിങ്ങളുടെ അടുത്ത് ഞാൻ കുറച്ച് പേപ്പറുകൾ തന്നിട്ടുണ്ടല്ലേ? ആ പേപ്പറുകൾ ഒന്ന് ഓഡിയൻസിന്റെ അടുത്ത് ലൈറ്റ് കളിക്കാമോ? ഓക്കെ, ഞാൻ നിങ്ങളോട് വരാം.